പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച ദിനത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തിമോത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 2:3. അവിടെ വചനം പറയാണ്, യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. അതായത് നീ ഈശോയുടെ ഒരു സോൾജിയറാണെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷണം എന്നുള്ളത് അത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളുടെയും നടുവിലെ നഷ്ടധൈര്യരാകാതെ നിൽക്കുക എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചില വ്യക്തികളെ കാണാനായിട്ടിടയായ സഹോദരങ്ങളെ, അവരുടെ ജീവിത പങ്കാളി വലിയ മദ്യപാനത്തിൻ്റെയും ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരി വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് മക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. സഹോദരിക്ക് എങ്ങനെയാണ് മുക്കുടിയനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽക്കാത്ത മക്കളെക്കുറിച്ചിട്ടുള്ളൊരു ആകുലതയല്ല, മക്കളെക്കുറിച്ചൊരു ചിന്തയില്ലാത്ത ഭർത്താവിനെ കുറിച്ച് എത്ര മനോഹരമായ വിധത്തിലാണ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഈശോയല്ല എനിക്ക് നൽകിയിട്ടുള്ളത്. ഈശോയ്ക്ക് ഈ ഭർത്താവിനെ എനിക്ക് നൽകുമ്പോൾ ഈശോയ്ക്ക് ഒരു പദ്ധതി ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ തന്നെ കുറവുകൾക്ക് ഈശോ ഒരു വിശുദ്ധീകരണത്തിനായിട്ടാണ് എൻ്റെ ഈ ജീവിത പങ്കാളിയെ നൽകിയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, പ്രിയ സഹോദരങ്ങൾ, വിശുദ്ധി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധർ എന്നൊക്കെ വേണമെങ്കിൽ മദർ തെരേസേനെ മാത്രമല്ല, ഇങ്ങനെയുള്ള ജീവിത സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വ്യക്തികൾ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള അവസരങ്ങൾ ഈശോ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്ക് അതിനായിട്ടുള്ള ഒരു കൃപയുണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയുടെ ലക്ഷണം കഷ്ടപ്പാടുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നതാണ്, സന്തോഷത്തോടെ സഹിക്കുക എന്നതാണ്. പ്രിയ സഹോദരങ്ങൾ, ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.